സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി ആഘോഷ ചടങ്ങുകൾ ജില്ലാ ആസ്ഥാനത്ത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ വിദ്യാർത്ഥി കോർണറിലാണ് ജില്ലാ ഭരണകൂടം അത് നടത്തുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ പരിപാടി നടക്കുന്ന സമയത്ത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ OJ ജനീഷ് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് പതാക ഉയർത്തുന്ന അതേ സമയം ഈ പരിപാടിക്ക് സമാന്തരമായി തൊട്ടരികെ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് തെക്കേ ഗോപുരനടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പതാക ഉയർത്തുകയാണ്, ദേശീയ പതാക. ഭാരതീയ ജനതാ പാർട്ടിയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ഇത്രയും മഹത്തരമായ സ്വാതന്ത്ര്യ ദിനം തെരഞ്ഞെടുത്തത് തികച്ചും അപലപനീയമാണ്. മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നടക്കുന്ന ആ വേദിക്ക് തൊട്ടരികെ ചെയ്തത് അത് ഈ സ്വാതന്ത്ര്യദിന ചടങ്ങുകളോടുള്ള വലിയ അനാദരവാണ്. ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവൃത്തി, അതിനെക്കുറിച്ച് സംസ്ഥാന ജില്ലാ നേതൃത്വം ഇവിടുത്തെ പ്രസിഡന്റ് അവരെ ഒന്നും ആ പരിപാടിയിൽ കണ്ടിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അത് ചെയ്തത്. ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വം മറുപടി പറയണം. ഇത് ഏറ്റവും മഹത്തരമായ ഒരു ദിവസമാണ്. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. ആ ദിവസം ഇത്തരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇന്നിപ്പോൾ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്ന സമയം ആ ചെങ്കോട്ടയുടെ പരിസരത്തൊരു കോർണറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്തരത്തിൽ ചെയ്താൽ അതൊരു ശരിയാണ്. അപ്പോൾ ഇതിനെ നോക്കിക്കാണേണ്ട രീതിയിലല്ല ഭാരതീയ ജനതാ പാർട്ടി നോക്കിക്കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തികച്ചും ഒരു അപലപനീയമായ ഒരു നടപടി എന്ന് മാത്രമല്ല, സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറെ ഒന്നും അവകാശപ്പെടാനില്ല, അത് സത്യമാണ്. പക്ഷെ അവരിപ്പോൾ ഒന്ന് ഭരിക്കുന്ന കക്ഷിയാണ്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇതൊരു സംവിധാനമാണ്. നിരന്തരമായി എല്ലാ കൊല്ലങ്ങളിലും ഇത് വളരെ മഹത്തരപൂർണമായി നടക്കുന്ന ഒരു ആഘോഷ ചടങ്ങ്. അതിനെ വികൃതമാക്കാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടും അത് ഭാരതീയ ജനതാ പാർട്ടി അതിൽ മറുപടി പറയണം, ജനങ്ങളോട് മാപ്പ് പറയണം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളെ അതിൻ്റെ ഗ്രേസ് നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിക്കാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് വലിയ വിഷമാണ് എല്ലാവർക്കും തോന്നുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തതിനായിരിക്കാം. പക്ഷേ ഇതൊരു സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അവരും ഇതിൻ്റെ ഭാഗമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല.